ആ സമയത്ത് താങ്കൾ ചെയ്ത ഇപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ പാടുന്ന ഒരു പാട്ട് കൂടി നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ഏതാണ്? നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. വളരെ മനോഹരമായൊരു പാട്ടായിരുന്നു. അതിന്റെ ഓർമ്മകള് ഞാൻ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, ആ പാട്ട് മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ഫാദർ ജോസഫ് മനക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു ലിറ്ററേച്ചർ മ്യൂസിക്കിൻ്റെ ആൾ, ഇവിടെ വരാപ്പുഴയില്ല. അത് അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ചെറിയ നമുക്ക് കുറച്ച് പള്ളി പാടാൻ കുറേ പാട്ടുകൾ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് ഇതാണ് ഒരു ലിറിക്സ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. നിർമ്മലമായൊരു ഹൃദയമില്ല. അന്ന് അച്ഛൻ എന്നെ അവിടെ കൊച്ചിയിൽ സോപ്പുംപടിയിൽ അവർ ലേഡീസ് ഒരു സ്കൂളുണ്ട്, അവിടെ എന്നെ അവിടുത്തെ സന്ദർശന മുറിയിൽ കൊണ്ട് ഇരുത്തി ഒരു ഹാർമോണിയം തന്നിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്യാം. അങ്ങനെ ആ മഞ്ഞണിക്കൊമ്പിൽ ചെയ്യുന്ന അതേ സമയത്താണ് ഞാൻ പള്ളിക്ക് വേണ്ടി പള്ളിയിൽ പാടാൻ ഒതുക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് പള്ളിയിലുള്ള പാട്ട് എങ്ങനെയായിരിക്കണം. ബിക്കോസ് ഞാൻ വർഷങ്ങളായിട്ട് ഓരോ ദിവസത്തെ ഫീസ്റ്റ് അനുസരിച്ചുള്ള പാട്ടുകളിൽ ലത്തീനിൽ പാടി 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 ഇങ്ങനെ നല്ല തഴക്കമാണ്. അപ്പം അതിനുള്ള ആ മൂഡും ശൈലിയും അതിൻ്റെ പോക്കും വരവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതിനോടുകൂടി പോകുന്ന കാര്യങ്ങളെ എനിക്ക് വരുള്ളൂ. അങ്ങനെയാണ് ഇപ്പം ഇത്തരം നിർമ്മലമാര് വരുമ്പോൾ വരിക സാധിക്കട്ടെ. 3, 4. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. അപ്പോൾ അതിൻ്റെതായ ഒരു പോക്കുണ്ട് സർ. പള്ളിയിലെ പാട്ട് ഭക്തിഗാനത്തിന് അതിൻ്റെതായ പോക്കുണ്ട്. അത് നമ്മൾ ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെ ആയിപ്പോയി. കാരണം ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. എടാ തോമസൂടി ഇന്നിയാവുന്ന ഹാർമോണിയം പാടിച്ചു, കുർബാനയ്ക്ക് പേര് ആരുമില്ല. അല്ല ലില്ലിക്കുട്ടി ഇന്നിയാന്ന് പാടിക്കോ, 2 പേരാണ് ഇപ്പോൾ കുർബാനയ്ക്ക് പാടും. ഒന്നുകിൽ ഒരു ബോയ് ഓർ എ ഗേൾ ഒരു കീബോർഡും വെച്ചുകൊണ്ട് മൈക്ക് വയലിൽ ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് ഇങ്ങനെ പാടും. ദിസ് ഈസ് നോട്ട് റൈറ്റ്. ദൈവജനം എപ്പോഴും എങ്ങനെയെങ്കിലും ദൈവജനം അവിടെ വേണം, ദൈവജനം പാടും. മൈനസ് ട്രാക്ക് വന്നപ്പോൾ അത് വളരെ കൂടുതലായി. അയ്യോ, മൈനസ് ട്രാക്ക് ഇടാൻ പാടില്ലെന്ന് റോമിൽ നിന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. കൈകൊണ്ട് വായിച്ചിട്ട് വേണം പാടാൻ, അല്ലാതെ ഒരു ബട്ടൺ കുത്തിയിട്ട് കൈയും കെട്ടിയെന്ന് ഓൾ റോങ്.